നമസ്കാരം. പകൽ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു തന്നെ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ MLA-മാർ റോഷിയുടെ നിലപാടിനൊപ്പം. മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകമെന്ന് ജോസ് കെ മാണി. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോളൂ. സമവായ ചർച്ചകളിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശൻ. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ. തലയും വാലുമില്ലാത്ത ചാറ്റുകളെന്നും പെൺകുട്ടി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പോൾ എന്നെ സാക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കേസിൽ രാഹുലിന് നിർണായകം. ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF നിയമിച്ച ദേവസ്വം ബോർഡിന് കുരുക്ക് മുറുകുന്നു. 2017-ൽ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ച്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്നു കാട്ടി 2012-ൽ ഇറക്കിയ ഉത്തരവ് ലംഘിച്ചു. കൈമാറിയത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെ. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്ത്. G. സുധാകരനും തോമസ് ഐസക്കും EP ജയരാജനും മത്സരിക്കണമെന്ന് CPM. KK ശൈലജയും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുന്നു. സോളാർ പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടി. നിർണായക വിവരങ്ങൾ ന്യൂസ് 18. കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലും സമ്മിറ്റുകൾ സംഘടിപ്പിച്ചു. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്ക പാർക്ക്. കോഴിക്കോടും കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കേരളത്തിന്റെ കുംഭമേളയ്ക്ക് നിളയുടെ തീരമൊരുങ്ങുന്നു. മാഘമഹോത്സവത്തിന് തിരുനാവായയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. 18 മുതൽ ഫെബ്രുവരി 3 വരെ വിശ്വാസികളുടെ പ്രവാഹം. ബ്രഹൻ മുംബൈ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന് വൻ മുന്നേറ്റം. കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നു യഥാർത്ഥ ശിവസേന തങ്ങളെന്ന് ഏക്നാഥ് ഷിൻഡെ. ഇറാനോട് ഭയപ്പെട്ട അമേരിക്ക. ഉടൻ ആക്രമണമുണ്ടാകില്ലെന്ന് ട്രംപ്. നിലപാട് മാറ്റം ഇസ്രായേലിന്റെ താൽപര്യപ്രകാരമെന്ന സൂചന. പ്രതിഷേധക്കാരുടെ വധശിക്ഷ മരവിപ്പിച്ച് ഇറാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDF പ്രവേശനം അപ്പാടെ തള്ളി കേരള കോൺഗ്രസ് M. പാർട്ടിയുടെ 5 MLA-മാരെ അണിനിരത്തിയാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകമെന്നും അതാരെങ്കിലും തുറന്നാൽ അവർ അടച്ചോളുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോളൂ. ചെയർമാൻ പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും MLA-മാരും പ്രതികരിച്ചു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ വിഷയത്തിൽ ചെയർമാനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി മിനിസ്റ്ററുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. എന്തോ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലാകുന്നില്ല. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു.
ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ആര് ജോസ് കെ പറഞ്ഞു? മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു? പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലുണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക്. അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സമിട്ടതെന്നാണ് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അല്ല, അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞു. ആ ശരി. UDF ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരത്തുകയും ആരെയെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകളാണ് ഇതൊക്കെ. അതിലുപരി കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അജണ്ട ഇല്ല. ചെയർമാൻ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ജോസ് സാർ വരുന്നുണ്ട്, ചെയർമാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അത് തന്നെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അതാണല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. ജി ശ്രീജിത്ത് എഴുതുന്നുണ്ട്. ശ്രീജിത്ത്, ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരിച്ചിരുന്ന വലിയൊരു വാർത്ത, അതിന് ഒരു തീരുമാനമായിരിക്കുന്നു. LDF-നൊപ്പം ഉറച്ചു നിൽക്കും. പൂർണ്ണമായും ജോസ് കെ മാണിക്കൊപ്പമെന്നാണോ മനസ്സിലാക്കേണ്ടത്, റോഷിയുടെ തീരുമാനത്തിനൊപ്പമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഫലത്തിൽ അങ്ങനെ പല രാഷ്ട്രീയവും നടന്നിട്ടുണ്ട് ഇതിനുള്ളിൽ. പക്ഷേ ഇന്നത്തെ അവരുടെ ഒരു ഷോ എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതായത് ഏതാണ്ട് എല്ലാ നേതാക്കളും ഒരേപോലെ പറയുന്നു. ആര് പറഞ്ഞു മുന്നണി മാറുമെന്ന്, ആരാണ് അങ്ങനെ നിലപാടെടുത്തത്? ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മാത്രം ഇത് തുടരുമെന്ന് പോസ്റ്റ് ഇട്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിലും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. അതായത് ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നേതാക്കളുടെ പ്രതികരണത്തിൽ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് LDF-ൽ തുടരും എന്ന് തന്നെയാണ്. അതിൽ ഇനിയും സംശയലേശമന്യേ ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് വ്യക്തമാക്കുന്ന നിലപാടാണ് നേതാക്കൾ പരസ്പരം എടുത്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേവലം ജോസ് കെ മാണി മാത്രമല്ല, അതിനു മുൻപ് എത്തിയ നേതാക്കളെല്ലാവരും തന്നെ മാധ്യമങ്ങളെ ഫലത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ആരാണ് അങ്ങനെ തീരുമാനമെടുത്തത്, എവിടെയാണ് തീരുമാനമെടുത്തത് എന്ന് ചോദ്യം ചെയ്യുന്നു. ജോസ് കെ മാണിയും ഏറ്റവും ഒടുവിൽ വന്ന നിലപാട് വ്യക്തമാക്കുന്നു. അതായത് ഇതൊരു തുറന്ന പുസ്തകമേ അല്ല, ഇങ്ങനൊരു മുന്നണി മാറ്റം എന്നുള്ള ഒരു അജണ്ട തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു പല തട്ടിൽ പല അഭിപ്രായങ്ങൾ റോഷിക്കും പ്രമോദ് നാരായണനും ഒക്കെ ഉണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അതൊരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ഫലത്തിൽ സംശയം ജനിപ്പിക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിന് നേതാക്കൾക്കിടയിൽ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് ശേഷവും പല അഭിപ്രായങ്ങളുണ്ട് എന്ന പ്രതികരണങ്ങൾ വന്നിരുന്നു. സഭയുടെ സമ്മർദ്ദം എന്ന നിലയിൽ പ്രമോദ് നാരായണനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നു. അങ്ങനെ ഇതെല്ലാം പല അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് അതിനൊരു പ്രതിവിധി അതിനെ അതിജീവിക്കുക, ആ സംശയങ്ങൾ അവസാനിപ്പിക്കുക എന്നതിനുള്ള ശ്രമമാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ കമ്മിറ്റി യോഗത്തിലും ഒരുപക്ഷെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പോലും ഒരു അവസാന തീരുമാനമായി വൈകുന്നേരം നേതാക്കൾ ഇന്ന് രാവിലെ കണ്ടതിന് സമാനമായ സാഹചര്യം ആവർത്തിക്കും. അവർ LDF-നൊപ്പം തന്നെയാണ്. ജാഥ നടത്താൻ പോകുന്നു. ജോസ് കെ മാണിയുടെ ജാഥ വരാൻ പോകുന്നു. ആ ജാഥയ്ക്കടക്കം LDF-ന്റെ ജാഥയിൽ ജോസ് കെ മാണി തന്നെ ക്യാപ്റ്റനായി പോകും. അങ്ങനെ ജാഥയ്ക്കടക്കമുള്ള പ്ലാനുകൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫലത്തിൽ അവർ ചെയ്യുക. അങ്ങനെ അതിശക്തമായ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്നതാണ്. നേരത്തെ രഞ്ജിത്ത് ചോദിച്ച പോലെ തന്നെ ചില ആരുടെ ഒപ്പമാണ്, ആരുടെ വാഗ്ദമാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ റോഷി അഗസ്റ്റിനെടുത്ത അതിശക്തമായ നിലപാട്, പ്രമോദ് നാരായണനെടുത്ത നിലപാട്, അതായത് ഒറ്റക്കെട്ടായി മുന്നണി വിടാൻ കഴിയാത്തൊരു സാഹചര്യം കേരള കോൺഗ്രസിൽ എമ്മിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സഭകളുടെ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഇതൊക്കെ നിഷേധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഒരു പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ഞങ്ങൾ പ്രശ്നത്തിലാക്കുന്നില്ല, അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അത് സംഭവിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ ഇന്ന് കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഫലത്തിൽ UDF സംരക്ഷിക്കുന്നു. ഒരു ചർച്ച തന്നെ ഇല്ല എന്ന് ഇനി കോൺഗ്രസ് നേതാക്കൾ പറയും. പക്ഷേ ഇപ്പോൾ പൊളിഞ്ഞ ഒരു പ്ലാനിങ് അത് നാളെ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന ശ്രമമായിരിക്കും UDF-ഉം നടത്തുക. എന്തായാലും നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായാലും ഉണ്ടാകില്ല എന്നാണ് നേതാക്കൾ നിസ്സംശയം പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ്. ജോസ് കെ മാണിയെ മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ UDF നടത്തിയതിന് പിന്നാലെ സമാന്തര നീക്കവുമായി ഇടതുമുന്നണിയും. ജോസ് കെ മാണി UDF-ലെത്തിയാൽ ജോസഫ് ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടാനാണ് LDF നീക്കം. ജോസ് കെ മാണി UDF-ലെത്തിയാൽ പ്രധാനപ്പെട്ട പല ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്കും സീറ്റ് നഷ്ടമാകും. ആ സാഹചര്യം മുതലെടുക്കാനാണ് ഇടതുമുന്നണിയുടെ ആലോചന. കേരള കോൺഗ്രസിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് ചേരുന്നുണ്ട്.
ജോസ് കെ മാണി വിഭാഗം ഒരുപക്ഷെ മുന്നണി വിട്ടേക്കാം എന്നുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ, വലിയ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് സമാന്തര നീക്കവുമായി CPM ചില നീക്കങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം ഈ ഇടതുമുന്നണിയിൽ എത്തിയാൽ തന്നെ ഏതാണ്ട് 15 സീറ്റുകളാകെ നൽകുമെന്നാണ്, UDF എത്തിയാൽ ഏതാണ്ട് 15 സീറ്റുകൾ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ ജോസഫ് വിഭാഗത്തിന് വലിയ നഷ്ടമുണ്ടാകും. ഒരുപക്ഷെ 5 or 6 സീറ്റ് മാത്രമായിരിക്കും ജോസഫ് വിഭാഗത്തിന് ഫലത്തിൽ ലഭിക്കുക എന്ന് വന്നതോടുകൂടിയാണ് അവിടെ നിന്ന് അതൃപ്തരായവരെ ഒരുപക്ഷെ അടർത്തിയെടുക്കാം, അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ, ജോസ് കെ മാണി മുന്നണി വിട്ടാൽ എന്ന തരത്തിൽ നീക്കം നടന്നത്. അതായത് കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചിരുന്നത്. 10 സീറ്റ് ഇത്തവണ ലഭിക്കാതെ 5 സീറ്റായാൽ പല നേതാക്കൾക്കും പലയിടങ്ങളിലും സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ അത്തരം അതൃപ്തരെ ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കമാണ് സമാന്തരമായി ഉണ്ടായിട്ടുള്ളത്. അതായത് ജോസഫ് വിഭാഗത്തിലെ പല പ്രമുഖരെയും ആ നിലയിൽ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി, ഒരുപക്ഷെ ഭരണ തുടർച്ച ഉണ്ടാകില്ല, പകരം UDF ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും വിട്ടുമരുമോ എന്ന ആശങ്കയുണ്ട്. നിലവിൽ ഒരു കാര്യമുള്ളത്, ജോസ് കെ മാണി വിഭാഗം തന്നെ മുന്നണി വിട്ടു പോകില്ല എന്ന ചർച്ചകളാണ് ഏറ്റവും ഒടുവിൽ നേതാക്കളുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുപോകുക മാത്രവുമല്ല, ഈ ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങനൊരു പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ പല UDF നേതാക്കൾക്കും പങ്കുണ്ട്. അവരെ കൂടി അതുകൊണ്ട് തന്നെ തിരിച്ചൊരു രാഷ്ട്രീയ നീക്കം നടത്തി ചില ഇപ്പുറത്തു നിന്നുള്ള ഇപ്പോൾ ആയിഷ പോറ്റി അല്ലെങ്കിൽ പല നേതാക്കളെ ഒപ്പം കൂട്ടാൻ UDF ശ്രമിക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ LDFിൻ്റെ ഭാഗത്ത് നിന്ന്, CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചില അനൗപചാരിക ചർച്ചകളടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒന്നുള്ളത്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്പെഷ്യൽ കൺവെൻഷൻ ജോസഫ് വിഭാഗത്തിൻ്റേത് കോട്ടയത്ത് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിനെതിരായ അതിശക്തമായ നിലപാടുകൾ തന്നെയായിരിക്കും അവർ ആ കൺവെൻഷനിൽ പറയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകം തന്നെ UDF ഒറ്റയ്ക്ക് ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കം സീറ്റുകൾ പിടിക്കുന്നു, ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിയുടെ, കേരള കോൺഗ്രസിൻ്റെ ആവശ്യം നിലവിൽ UDFിൽ ഇല്ല എന്നൊരു നിലപാടായിരിക്കും അവർ പ്രഖ്യാപിക്കുക. വൈകുന്നേരം ചേരുന്ന സ്പെഷ്യൽ കൺവെൻഷനോട് കൂടിയായിരിക്കും ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുക. ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. അവിടെ TP രാമകൃഷ്ണന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയിരുന്നു. കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയുടെ ഭാഗമെന്നാണ് LDF കൺവീനർ വ്യക്തമാക്കിയത്. മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അവരുടെ ആഭ്യന്തര കാര്യമാണ്. LDFന് വിസ്മയം ഒന്നുമില്ല. UDF പരിഭ്രാന്തിയിലാണ്, ആരെ കിട്ടുമെന്ന് നോക്കി നടക്കുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു പാർട്ടിയുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നോ പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവര് ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം, അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കേരള കോൺഗ്രസിൽ ആരുമായിട്ടും മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല ആരോടും അങ്ങോട്ട് ചെന്നു വരണമെന്ന് ആവശ്യപ്പെടില്ല. കേരള കോൺഗ്രസ് M ഇല്ലാതെ തന്നെ മുൻ ഇലക്ഷനുകളിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മറ്റു വാർത്തയിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് CPM കടക്കുകയാണ്. ഭരണ തുടർച്ച ഉറപ്പിക്കാൻ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയ മുതിർന്ന നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കാൻ CPM ആലോചിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. മുൻ ധനമന്ത്രി തോമസ് ഐസക്, EP ജയരാജൻ തുടങ്ങിയവർ ഇക്കുറി മത്സരരംഗത്തുണ്ടാകും. 2 തവണ പൂർത്തിയാക്കിയ KK ശൈലജയ്ക്കും ഇളവ് ലഭിക്കും. കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ് നിർദ്ദേശം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്.
രണ്ടുടേം നിബന്ധനയുടെ പേരിൽ EP ജയരാജൻ, TM തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ തുടങ്ങി ഒരു പിടി നേതാക്കളെയാണ് 2021 സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ CPM മാറ്റി നിർത്തിയത്. പാർലമെന്റ് രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ പ്രഗത്ഭരെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ പേര് സമ്പാദിച്ച നേതാക്കളെയാണ് പൊടുന്നനെ മാറ്റി നിർത്തിയത്. അതിനൊപ്പം തന്നെ അവർ യുവാക്കൾക്ക് CPM അവസരം നൽകുകയും ചെയ്തു. ആദ്യം എല്ലാവരും നെറ്റിച്ചൊളിച്ചുവെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൈയ്യടി നേടിയ ഒരു തീരുമാനമായി അത് മാറി. എന്നാൽ ഇത്തവണ ഈ മാറ്റി നിർത്തപ്പെട്ട നേതാക്കളെ കൂടി മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള ആലോചനയാണ് CPM ൽ നടക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു നിർദ്ദേശം വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതായാലും ഇളവുണ്ടാകും. അദ്ദേഹം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി നയിക്കുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അത്തരം ചർച്ചകളിലേക്ക് കടക്കും. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഒന്നിലധികം പേരുകൾ മുന്നോട്ട് വയ്ക്കാനാകും CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം. ഭരണം കിട്ടിയാൽ പിണറായി വിജയൻ തന്നെ ആദ്യഘട്ടത്തിലെങ്കിലും മുഖ്യമന്ത്രിയാകും. എന്നാൽ ഒരു ടേം മുഴുവൻ അദ്ദേഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി അങ്ങനെയല്ല, മറിച്ച് പ്രതിപക്ഷത്തിരിക്കാനാണ് ഇടതുമുന്നണിക്ക് ജനവിധി ലഭിക്കുന്നതെങ്കിൽ, ജനം അത്തരം തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അവിടെയും പിണറായി വിജയൻ പ്രതിപക്ഷത്താവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോഴും മുന്നണിയെ ശക്തമായി തന്നെ നയിക്കാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ ഒരു നേതാവ് ഉണ്ടാകണം. അത് മറ്റു പല പേരുകളിലേക്ക് CPM പോകുന്നു. പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരു പക്ഷേ പിണറായി വിജയന് പുറമെ MV ഗോവിന്ദൻ മത്സരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ അവിടെ പൊളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അദ്ദേഹത്തിന് പൊന്നാനിയും ഇരിങ്ങാലക്കുടയും അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തെ CPM പരിഗണിക്കുന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എങ്ങനെയെങ്കിൽ A വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ അംഗം, പിണറായിയെ കൂടാതെ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം കൂടി മത്സരരംഗത്തേക്ക് ഉണ്ടാകും. TM തോമസ് ഐസക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2021 മാറി നിന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് CPM ഒരു അവസരം നൽകി. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. അദ്ദേഹത്തെ ഒരു തവണ കൂടി നിയമസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ CPM ആലോചിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. EP ജയരാജനും അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന പേരാണ്. G സുധാകരൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നതിൻ്റെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി തന്നെ ഒരുപക്ഷെ CPM പരിഗണിച്ചേക്കാം. അദ്ദേഹം പാർട്ടിയുമായി ഇപ്പോൾ ഒരു പരിധിവരെ അകന്നു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിക്കാൻ അതുവഴി ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടി ഒരു പരിഹാരമാകുമെന്ന പ്രതീക്ഷ CPM-ന്റെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. P ജയരാജൻ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. KK ശൈലജ തുടർച്ചയായി 2 തവണ ജയിച്ച നേതാവാണെങ്കിൽ കൂടി ശൈലജയ്ക്കും വീണ്ടും അവസരം നൽകിയേക്കും. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുമായുള്ള ഒരു പിടി നേതാക്കളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഇവർക്ക് നൽകുന്ന സീറ്റുകൾ ഒരുപക്ഷേ CPM-ന്റെ ഉറച്ച സീറ്റുകളായിരിക്കില്ല. മറിച്ച് പ്രതിപക്ഷം സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരം നേതാക്കൾ വന്നാൽ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അവിടങ്ങളിൽ ഈ മുതിർന്ന നേതാക്കളെ പരീക്ഷിക്കാനാകും CPM ആലോചിക്കുക. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമായി ഇത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ എത്തിയാൽ അവരുടെ തീരുമാനവും അവരുടെ അഭിപ്രായം വളരെ നിർണായകമാണ്. ഇന്ന് ആരംഭിച്ച CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ആരൊക്കെ മത്സരിക്കണം, ആർക്ക് ഇളവ് നൽകണമെന്ന കാര്യത്തിൽ നിർണായകമായ ചർച്ചകൾ ഉണ്ടായേക്കാം. പിണറായി വിജയൻ ഏതായാലും ഇളവ് നൽകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം ഒരു തവണ കൂടി മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതിനൊപ്പം PB-യിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് നിർണായകമായ ചർച്ചകൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. മാത്രവുമല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യകത മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക് CPM പോകാതിരിക്കാൻ എല്ലാ വഴികളും, അത് മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ, അല്ലെങ്കിൽ യുവ നേതാക്കളെ ഇറക്കിയാൽ മാത്രം കിട്ടുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ യുവ നേതാക്കൾ, പൊതു സ്വതന്ത്രം വന്നാൽ ലഭിക്കുന്ന സീറ്റുകൾ, അങ്ങനെ എല്ലാ സാധ്യതയും പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയാകും CPM ഇത്തവണ രംഗത്തിറക്കുക. അവിടെയാണ് ഈ മുതിർന്ന നേതാക്കളെ കഴിഞ്ഞ തവണ ടേം നിബന്ധനയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട മുതിർന്ന നേതാക്കളെ കൂടി വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചനകളും CPM-ൽ സജീവമാകുന്നത്. അതിനിടയിൽ KN ബാലഗോപാലിന് മറുപടിയുമായി ഐഷ പോറ്റി രംഗത്ത് വന്നു. സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നപ്പോൾ കിട്ടിയില്ല. തന്റെ പല പദ്ധതികളും സ്വന്തം പദ്ധതിയാക്കി, പല പൊതുപരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും ഐഷ പോറ്റി പറഞ്ഞു. മൂത്ത സഹോദരി പോയെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങി അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം 5 കോടിയുടെ, ഞാൻ MLA ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ, അതിൻ്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അറിയാൻ വയ്യാത്തവരല്ലല്ലോ ആരും. ഞാനൊന്നും വലിയ ആളൊന്നുമല്ല, പക്ഷേ അറിയാം. എനിക്കാണെ പറ്റുമോ? ബാലകൃഷ്ണപിള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ? എഴുവോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നോ? രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കുന്നേ, ആ കല്ലിലൊക്കെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. KM മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ചത് സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്ന് രമേശ് ചെന്നിത്തല. നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതിരുന്നതിൽ പ്രായശ്ചിത്തമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. RSPയിൽ കുടുംബാധിപത്യമെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട
ദേശീയ സമിതി അംഗം ഇല്ലിക്കൽ അഗസ്തി. NK പ്രേമേന്ദ്രനെതിരെയും ഷിബു ബേബി ജോണിനെതിരെയും ഇല്ലിക്കൽ അഗസ്തി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതികരിച്ചതാണ് തന്നെ പുറത്താക്കാൻ കാരണം. പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും നിരന്തരം വിദേശയാത്ര നടത്തുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയാൽ ഇവർ എതിർക്കുന്നതായും ഇല്ലിക്കൽ അഗസ്തി പറഞ്ഞു. പക്ഷെ അതിനു മുമ്പേ കാർത്തിക് പ്രേമേന്ദ്രന്റെ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഇരവിപുരത്ത്. അദ്ദേഹം ചെറുപ്പമാണ്. എനിക്ക് ഇത്ര യോഗത്തിൽ പരസ്യമായി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അനുകൂലമായ പല സാമുദായിക സമവാക്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. പ്രേമേന്ദ്രന്റെ 3 ഇലക്ഷന് ചുക്കാൻ പിടിച്ച ആളാണ്. ഇതൊക്കെയാണ് ക്വാളിറ്റി. അപ്പം അതങ്ങനെ ഒരു അല പോലെ കൊണ്ടുവരികയാണ്. അപ്പം ബാക്കികളെല്ലാം പുറകോട്ട് പോകുന്നു. അവിടെ മോഹിച്ചു നിന്ന പലരും, മോഹിച്ചു നിന്ന് ബാക്കിയാൻ ബോധം പറഞ്ഞത്, പലരും പിന്നോക്കം മാറി. പിന്നോക്കം മാറാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു വരികയാണ്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ UDF കാലത്തെ ദേവസ്വം ബോർഡിന് കുരുക്കുമുറുകുന്നു. 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. നിയമവിരുദ്ധമായാണ് വാജിവാഹനം തന്ത്രി കൈക്കലാക്കിയത്. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെയാണ് വാജിവാഹനം കൈമാറിയത്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തുവന്നു. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, UDF കാലത്തെ ദേവസ്വം ബോർഡിനെതിരെ കൂടി വരികയാണ്. ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് തന്ത്രി അല്ലെങ്കിൽ തന്നെ കുരുക്കിലാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത്? രഞ്ജിത്ത്, ഈ ഒരു തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തന്നെ ഈ ഒരു വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിനു മുൻപ്, അതായത് തന്ത്രിക്ക് ഈ ഒരു വാജിവാഹനം കൈമാറിയത് ചട്ടപ്രകാരമാണ്. മാത്രമല്ല അത്തരത്തിലൊരു നിയമപ്രശ്നം ഇതിൽ ഉദിച്ചിരുന്നില്ല എന്നടക്കമുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം അടക്കം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ദൈവചൈതന്യം നിലനിൽക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭൗതിക വസ്തുക്കളായിക്കോട്ടെ, അത് കേടുപാടുകൾ സംബന്ധിച്ചതിന്റെ ഭാഗമായി പുതുക്കിയതോ അല്ലെങ്കിൽ പുതിയ വസ്തുക്കൾ അത് മാറ്റിവെക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളും ഒപ്പം ഈ ഒരു മാറ്റിവെക്കപ്പെട്ട ദൈവചൈതന്യം ഉള്ളതും അല്ലാത്തതുമായ വസ്തുക്കൾ അടക്കം അതെല്ലാം ഈ ഒരു ക്ഷേത്രത്തിന്റെ വസ്തു, അതായത് സ്വത്താണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള 2012 ഉത്തരവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാജിവാഹനം 2017 തന്ത്രിക്ക് കൈമാറിയത് ചട്ടവിരുദ്ധമായിട്ട് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുക്ക് CPM നിന്നും, അതായത് ഈ ഒരു UDF-ലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഈ ഒരു ചട്ടവിരുദ്ധമല്ല എന്നടക്കമുള്ള അജയ് തറയിലടക്കം പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ ഒരു ബോർഡ്, ആ സമയത്തെ ബോർഡിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. ഈ തന്ത്രിക്ക് ഒരു വാജിവാഹനം കൈമാറിയതിലും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ആരംഭിച്ചത്, അതായത് കട്ടിലപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണ്ണം അടിച്ചുമാറ്റി എന്നതിൽ നിന്നും തുടങ്ങി ഇപ്പോൾ വാജിവാഹനത്തിൽ എത്തി നിൽക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു 2012 വന്നിരിക്കുന്ന ഈ ഒരു രേഖ, അതായത് ഈ ഒരു തന്ത്രിമാർക്കടക്കം വേതനവും അപ്പം അതിനൊപ്പം തന്നെയുള്ള മറ്റ് കാര്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഈ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി ഗണ്ണിച്ചുകൊണ്ടാണ് 2017 വാജിവാഹനം കൈമാറിയതെന്ന് ഇപ്പോൾ വ്യക്തമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടക്കം പ്രതികരണം വന്നിരുന്നു. അതായത് ഈ ഒരു 2020 ഒരു 2019 തൊട്ടുള്ള ഈ ഒരു കൊള്ള, അത് ആ സമയത്ത് മാത്രമല്ല അതിന് മുൻപും ഉണ്ടായേക്കാം. അതായത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല, വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇവിടെ നിന്നും പലതരത്തിലും കൈമാറിപ്പോയിട്ടുണ്ട്. അത് പല ഭാഗങ്ങളിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012 ഈ ഒരു ഉത്തരവ് ലംഘിച്ചതുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ, അതായത് വാജിവാഹനം മാത്രമാണോ, മറ്റുള്ള വസ്തുക്കൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും പുറമേക്ക് പോയിട്ടുണ്ടോ, അത് ഒപ്പം തന്നെ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങളുണ്ട്, അവിടെ നിന്നും ഇത്തരത്തിലുള്ള കൂടുതൽ ക്രമക്കേടുകളും ഒപ്പം ഇത്തരത്തിലുള്ള കൊള്ളകളും നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്, അതായത് 2012 അതിനു മുൻപും, അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദേവസ്വം ബോർഡ് നിലവിൽ വന്നതിന് തൊട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തോളമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷമടക്കം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അതിന് പിന്നിലേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അടക്കം, അതായത് UDF-ന്റെ സമയത്തുണ്ടായിരുന്ന ബോർഡിലേക്ക് അടക്കം അന്വേഷണം വ്യാപിക്കേണ്ടി വരുമെന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വാജിവാഹനത്തിന്റെ കാര്യത്തിൽ ഇത്രയും ദിവസം നിലനിന്നിരുന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കൃത്യമായ ഉത്തരവ് നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ആ ബോർഡ്, അതായത് 2012 UDF സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരം. രഞ്ജിത്ത്, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസികൾ ശത്രുക്കളല്ല. കേസിൽ അറസ്റ്റിലായ KP ശങ്കർദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണെന്നും പാർട്ടിക്ക് അറിയുന്ന ശങ്കർദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമല അത് വിശ്വാസ മനസ്സുകളെ അല്പം വ്രണപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഇടതുപക്ഷ ഗവൺമെന്റ് വേണ്ടത്ര പരിഗണിച്ചോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന്റെ മറുപടി വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളുടെ ശത്രുവല്ല. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസങ്ങളെ മാനിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശങ്കർദാസിനെ. ഞങ്ങൾ അറിയുന്ന ശങ്കർദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല. ഇത് മാത്രമല്ല, തെറ്റൊന്നും ചെയ്യില്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അറിയാതെ വല്ല പാടിച്ചേ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ്, അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റ് ചെയ്ത ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ LDFോ രക്ഷിക്കില്ല. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ഏതു കാലഘട്ടത്തിലാണെങ്കിലും അതിന്റെ പിന്നിലുള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരുമെന്ന് രമേശ് ചെന്നിത്തല. UDF ഭരണകാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വാജിവാഹനം പരസ്യമായാണ് തന്ത്രി കൈമാറിയത്. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാജിവാഹൻ അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. പക്ഷെ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDFന്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ അതിജീവിത ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമാണെന്ന് സന്ദേശത്തിൽ പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതല്ലാതെ വീണ്ടും ശാരീരിക ബന്ധത്തിനല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ലെന്നും അവർ പറയുന്നു. ഇത് രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട്. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പോൾ എന്നെ സുരക്ഷിതം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉറ്റ അനുയായിയും സുഹൃത്തുമായ ഫെനി നൈനാനാണ് ഇന്നലെ അതിജീവിതക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പിൽ അവരുടെ ഐഡന്റിറ്റി പുറത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. അവരുടെ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇട്ടുകൊണ്ടാണ് അത്തരമൊരു കാര്യം പ്രചരിപ്പിച്ചത്. അതിനെതിരെ ഫെനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഇന്ന് അതിജീവിത രൂക്ഷ വിമർശനമാണ് ഫെനിക്കെതിരെ. ഫെനിയുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് നേരത്തെ താൻ പറഞ്ഞ മൊഴിയിൽ ഉറച്ചെന്നുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് അതിജീവിതയിൽ നിന്ന് ഉണ്ടായത്. ഫെനി നൈനാൻ ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനെന്ന് അവർ പറയുന്നു. ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്തത്. അതായത് രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരാനുണ്ട്. അത്തരം ആളുകൾ പുറത്തേക്ക് വരുന്നത് തടയാനുള്ള ഭീഷണിയായാണ് അതിജീവിത ഇതിനെ കാണുന്നത്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണത്. നടന്ന സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വന്നത്. എന്തുകൊണ്ട് 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ വീണ്ടും 3 മണിക്കൂർ കണ്ട് സംസാരിക്കണമെന്ന്, അതും ഒരു സ്വകാര്യ ഇടത്ത് ഒരു പ്രൈവറ്റ് സ്പേസിൽ വേണമെന്ന് അതിജീവിത പറഞ്ഞതെന്ന പരിഹാസം കൂടി ഫെനിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായി അവർ പറയുന്നത്, രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും
വന്നതിൻ്റെ ഫലമായിരുന്നു എൻ്റെ മിസ്കാരേജ് ഉണ്ടായത്, അബോർഷൻ ആയി പോയത്. എന്നാൽ അതിനുശേഷവും രാഹുലിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ അങ്ങേയറ്റം തന്നെ എനിക്ക് ഉറപ്പുകൾ നൽകിയിരുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ടതും ജോലി നഷ്ടപ്പെട്ടതുമൊക്കെ ആ സാഹചര്യത്തിലാണ്. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം വഴി ഫെനിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ വീണ്ടും തന്നോട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു സമയത്ത് തന്നോട് അടുക്കാൻ വരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ബോണ്ട് രാഹുലിനോട് ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലിനെ കാണാൻ താൻ വീണ്ടും തയ്യാറായത്. മാത്രമല്ല, അവിടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയാൽ ആയിരുന്നില്ല. എനിക്കൊപ്പം ഒരാളുണ്ടാകും, രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ ഒപ്പം വരണം, അല്ലെങ്കിൽ ഫെനിയെങ്കിലും വരണമെന്ന് കൂടി പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ രാഹുലിനോട് സംസാരിക്കാനുണ്ട്. തന്നെ വിവാഹം കഴിക്കാമെന്ന് വീണ്ടും വാഗ്ദാനം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനുണ്ട്. കാരണം രാഹുലിനെതിരെ 2025 ഓഗസ്റ്റ് ആകുമ്പോൾ തന്നെ പല പരാതികളും ആരോപണങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ വസ്തുത കൂടി അറിയണമായിരുന്നു. പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ രാഹുൽ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലിനെ കാണണമെന്ന് പറഞ്ഞത്. അതിനെയും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഫെനി ഇപ്പോൾ ചെയ്തത്. ഫെനി ഇരകൾ പുറത്തു വരാതിരിക്കാനും തന്നെ ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടത്തിയത്. ഫെനിയോട് പറയുന്നത് ഇനി ഇത്തരം കാര്യങ്ങൾ നിൽക്കില്ല, താൻ അങ്ങനെ ഭയന്ന് പിന്മാറില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇര തൻ്റെ ഓഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത്. അതിന് മറുപടിയായി വീണ്ടും ഫെനി ഫേസ്ബുക്കിൽ തന്നെ കുറിപ്പ് ഇടുകയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു, പരാതിക്കാരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഏതായാലും എൻ്റെ പോസ്റ്റ് വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെപ്പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത്. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ താനും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഫെനി പറയുന്നു. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ ഫെനിയും പറയുകയാണ്, തന്നെയും രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ കേസിനെ നേരിടും. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ ഞാനല്ല പുറത്തുവിട്ടത്, അവരുമായി ആദ്യം ഒരു സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട് എന്നൊരു ഭീഷണി കൂടി ഫെനി ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ എന്ന അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദസന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോട് പറഞ്ഞതുപോലെ ഫെനി ഞാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഫെനി നായൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. കേസെടുത്ത ശേഷവും ഇരയ്ക്കെതിരെയുള്ള നിലപാട് ഫെനി തുടരുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും കൂടുതൽ നിയമപരമായ നീക്കങ്ങൾക്കും ഇര തയ്യാറാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. കെട്ടിച്ചമച്ച കേസാണെന്നും പരസ്പരമുള്ള സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും അതിനാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് രാഹുലിന്റെ വാദം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം ഉന്നയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതകൾക്കെതിരായ അധിക്ഷേപത്തിൽ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത്തരക്കാർ പാർട്ടിയിൽ ഉണ്ടാകില്ല, ഫെനി നൈനാനെതിരെ നടപടിയുണ്ടാകും, സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് കർശന താക്കീതെന്നും സതീശൻ പറഞ്ഞു. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവര് അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് വീണ്ടും അവരെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ ചാറ്റുകൾ പുറത്തുവിട്ടത് സ്ത്രീവിരുദ്ധ സമീപനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിലും പിന്തുണയ്ക്കുന്നവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് PM സുധീരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് KPC അധ്യക്ഷൻ ഇത് ആവശ്യപ്പെടുന്നില്ലെന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. അവർ സ്ത്രീവിരുദ്ധ മനോഭാവം അവർ തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സഹായകരമായ നിലപാട് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് ഇതുപോലെ അഡ്വാൻസ് ചെയ്തു പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരെ സഹായിക്കാനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാവിധ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലായ്പ്പോഴും ലഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞത്. എല്ലാ നടപടികളും അത് തന്നെയാണ് അവരിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞിട്ടുണ്ട് MLA സ്ഥാനം രാജിവെക്കണം. എന്ത് KPCC അധ്യക്ഷൻ പറയാത്തത്? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും മറ്റ് നേതാക്കന്മാരുണ്ടല്ലോ, അവരാരും രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്നൊരാവശ്യം ഇതുവരെ ഉന്നയിക്കുന്നില്ലല്ലോ. രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന ഒരാൾ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വിരുദ്ധമായി സമീപനം എടുക്കുന്നു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വരെ നടപടി എടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് MLA ആയത്. MLA പദവി രാജിവെക്കണമെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അതാണ് ഉള്ള ഒരു സമീപനം. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടിയതായുള്ള നിർണായക വിവരങ്ങൾ News 18.
കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലുമായി സമ്മിറ്റുകൾ സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിലെ പ്രമുഖ ട്രസ്റ്റുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളും സമ്മിറ്റിൽ പങ്കെടുത്തു. മധുര സമ്മിറ്റിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു മുഖ്യാതിഥി. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. NHF-ന് ചെന്നൈയിലും ഓഫീസുണ്ട്. സമ്മിറ്റുകളുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ചെന്നൈയിൽ ഒരു പ്രത്യേക ഓഫീസ് തുറന്നിരുന്നു. ഒപ്പം കോയമ്പത്തൂരിലും മധുരയും അടക്കമുള്ള ഇടങ്ങളിലും ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. പ്രധാനമായും ഈ CSR സമ്മിറ്റുകൾ എന്ന പേരിൽ വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ചാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. പോണ്ടിച്ചേരിയിലാണ് ആദ്യ CSR സമ്മിറ്റ് നടത്തിയത്. അവിടെ സൗജന്യമായാണ് ഈ ട്രസ്റ്റുകളുടെ ഭാരവാഹികൾ, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭാരവാഹികൾ എന്നിവർക്ക് പ്രവേശനം നൽകിയത്. എന്നാൽ പിന്നീട് മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും എത്തുമ്പോൾ പണം വാങ്ങിയാണ് ഈ സബ്മിറ്റിലേക്ക് ഈ ട്രസ്റ്റ് ഉടമകളായ ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. 5000 രൂപ നിരക്കിലാണ് വൻകിട ഹോട്ടലുകളിൽ ഈ ചടങ്ങ് നടത്തുകയും ചെയ്ത് ഈ ചടങ്ങിന് ശേഷമാണ് പിന്നീട് നിരവധി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും ഒക്കെ ഭാരവാഹികളെ സമീപിക്കുകയും അവർക്ക് വലിയ തോതിൽ CSR ഫണ്ട് നൽകാം എന്ന് ചൂണ്ടിക്കാട്ടി അവരിൽ നിന്നും പണം വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ചില ആളുകൾ ഇതിനകം തന്നെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിജുവുമായി ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുമെങ്കിലും സ്വിച്ച് ഓഫ് ആണ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ബിജുവിൻ്റെ മറ്റ് ജീവനക്കാരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇത്തരത്തിൽ ലഭ്യമാവുന്നില്ല എന്ന മറുപടി തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും കേരളത്തിൽ സമാനമായ രീതിയിൽ തന്നെ വലിയ തട്ടിപ്പ് തമിഴ്നാട്ടിലും ബിജു നടത്തിയെന്ന കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷൻസ് എന്ന കാക്കനാട്ട് റെക്ക ക്ലബിനടുത്തുള്ള സ്ഥാപനത്തിൽ നിന്നും ഒഴിയണമെന്ന് കാട്ടി സ്ഥലമുടമ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമ ബിജുവിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടൻസി സ്ഥാപനം എന്ന രീതിയിലാണ് കെട്ടിടം വാടകയ്ക്കെടുത്ത്. പക്ഷേ ഈ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയും ഇത്രമേൽ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളുമായ ബിജു രാധാകൃഷ്ണനായിരുന്നു ഈ ബിൽഡിംഗ് വാങ്ങിയതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് കെട്ടിടത്തിൻ്റെ ഉടമ നേരത്തെ തന്നെ പറയുകയും ചെയ്തു. ബിജുവും നിഷ കെ പീറ്ററും ചേർന്നാണ് ഈ കെട്ടിടം വാങ്ങിയത്. മെറിഡിയൻ എന്ന സ്ഥാപനവും നിഷ കെ പീറ്ററുടെ ഉടമസ്ഥയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കെട്ടിടം ഒഴിയാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ തട്ടിപ്പിന് ഇരയായി പണം നഷ്ടപ്പെട്ട ആളുകൾ റിൽഷാദ് കടവന്ത്ര പോലീസിൽ നേരത്തെ പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്കും DGP-ക്കും ഉള്ള നിവേദനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകുകയും ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. മറ്റൊരു മലയാളിയായ പണം നഷ്ടപ്പെട്ട ഏലിയാസും ഇത്തരത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ അടിയന്തര നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. തമിഴ്നാട്ടിൽ ബിജുവിന് പണം നൽകിയ ചില ആളുകൾ ഈ കറൻസിക്ക് അപ്പുറം അക്കൗണ്ട് വഴി പണം നൽകിയവരും റെസിപ്റ്റ് വാങ്ങി പണം നൽകിയ ആളുകൾക്കുമുണ്ട്. അങ്ങനെയുള്ള ആളുകളും ബിജുവിനെ ഒരിക്കൽ കൂടി കണ്ട ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരാതിക്കാർ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇതിനിടെ കാക്കനാട്ടെ ബിജു രാധാകൃഷ്ണന്റെ മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷണൽസ് ഒഴിയാൻ കെട്ടിട ഉടമ നോട്ടീസ് നൽകി. ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉടമയുടെ നടപടി. കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ സമരസമിതിയുടെ നിർണായക യോഗം വൈകിട്ട് ചേരും. AKM അഷ്റഫ് MLA-യുടെ നേതൃത്വത്തിലാണ് യോഗം. ഇതിനിടെ ടോൾ പിരിവിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. പ്രധാനമായും ഇനി ഏത് രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് നിർണായക യോഗം ഇന്ന് വൈകിട്ട് ചേരും. അതിനുശേഷമായിരിക്കും തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് തീരുമാനമാകുക. എന്തായാലും ഇന്നലെ ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഹൈക്കോടതി രൂക്ഷമായാണ് ഈ ദേശീയപാത അതോറിറ്റിയെ വിമർശിച്ചത്. അതായത് സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. എന്നാലും ഈ കേസിൽ അടുത്ത ബുധനാഴ്ച കോടതി സംബന്ധിച്ച ഒരു അന്തിമ വിധി പറയും. വലിയ പ്രതീക്ഷയിലാണ് സമരസമിതി കോടതിയെ കാണുന്നത്. കോടതിയുടെ ഈ പ്രസ്താവന വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഏതായാലും സമരം അതുവരെ ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. പ്രധാനമായും ഇനി ഏത് രീതിയിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് സംബന്ധിച്ച് ഒരു കൂടിയാലോചന നടത്താനാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. AKM അഷ്റഫ് MLA-യുടെ നേതൃത്വത്തിലായിരിക്കും യോഗം നടക്കുക. വൈകിട്ടോടുകൂടി ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെത്തും. നാളെ മുതൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. എന്തായാലും 22 കിലോമീറ്റർ മാത്രമാണ് ഈ ആരിക്കാടിയിലെ ടോളിൽ നിന്നും തലപ്പാടി ടോൾ ബൂത്തുമായി ദൂരമുള്ളത്.
60 കിലോമീറ്ററെങ്കിലും ദൂരം വേണമെന്നിരിക്കെ ആ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ടോൾ പിരിവെന്ന ആവർത്തിച്ച് സമരസമിതി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ചാലിങ്കലാണ് പുതിയ ടോൾ വരേണ്ടത്, ഉദുമ മണ്ഡലത്തിലാണ്. അതിന് പകരമാണ് താൽക്കാലികമായ ടോൾ ഇത്തരത്തിൽ സ്ഥാപിച്ച് വലിയ തുക ബസ് ഉൾപ്പെടെയുള്ള യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. കാറിന് മാത്രം 85 രൂപയാണ് ഒരു ഭാഗത്തേക്ക് ഈടാക്കുന്നത്. അങ്ങനെ വലിയ തുക ഈടാക്കുന്നു എന്ന പരാതിയും വരുന്നുണ്ട്. ഏതായാലും BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സമരത്തിന് പിന്തുണയുമായി ഉണ്ട്. BJP ആകട്ടെ ഈ വിഷയം ദേശീയ തലത്തിൽ ഉയർത്തി ഈ ടോൾ പിരിവ് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന ഒരു പ്രസ്താവന ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും BJPയും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വേണം ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കും. നിലവിൽ 11 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ടോൾ പ്ലാസ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ പരാതിയിൽ 500ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പോലീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. AKM അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നിരുന്നെങ്കിലും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ആ സമരം ഇന്നലെ അവസാനിപ്പിക്കുകയായിരുന്നു. സമരപന്തൽ അവിടെ നിന്നും പൊളിച്ചു മാറ്റുന്ന സാഹചര്യമാണുണ്ടായത്. ഇനി ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച നിർണായക തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാവും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഇതിനിടെ പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ ഇന്ന് ഉപരോധം. കോൺഗ്രസ് പ്രവർത്തകരാണ് ഉപരോധിച്ചത്. DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കളക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഒളവണ്ണ, പെരുമണ്ണ, പന്തീരങ്കാവ് മേഖലയിലെ സാധാരണക്കാരന ജനങ്ങളെ ടോളിൽ നിന്ന് ഒഴിവാക്കുക, സർവീസ് റോഡുകൾ പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുക, അതിനു ശേഷം മാത്രമേ ടോൾ പിരിക്കാവുന്ന ആവശ്യവുമായിട്ടാണ് കോൺഗ്രസ് സമരം ആരംഭിച്ചത്. ഇന്നലെ സമരം നടത്തി സമര പരമ്പരയുമായി വരുന്നവർ ഇന്ന് സമരം വെച്ചു. ഇന്നിപ്പോൾ ജുഡീഷ്യൽ പവറുടെ ഓഫീസർ ഈ വിഷയത്തിൽ കലക്ടർ ചർച്ചയ്ക്ക് വെക്കാതെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാക്ക് വിശ്വസിച്ച് ഇതിൽ പരിഹാരമുണ്ടെന്ന് പ്രതിഷേധങ്ങൾ പോകുന്നു. കലക്ടർ യോഗം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ലെങ്കിൽ, കലക്ടർ യോഗം തീരുമാനമായിട്ടില്ലെങ്കിൽ വീണ്ടും സമരവുമായി കോൺഗ്രസ് വരും. ആ ആദ്യഘട്ടം, ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ, ഈ നാടിന് വേണ്ട സമരത്തിൽ ഞങ്ങൾ വിജയം കണ്ടു. ഇത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചർച്ചയ്ക്ക് വെച്ച സ്ഥിതിക്ക് ഇന്ന് ഞങ്ങൾ പിരിയുന്നു. ചർച്ചയിൽ പ്രതീക്ഷാജനകമായ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു, ഇതിലും ശക്തമായ സമരവുമായി കോൺഗ്രസ് ഈ രംഗത്ത് മുന്നോട്ട് വരും. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗം ശ്രീ അജയ് തറയിൽ മാധ്യമങ്ങളെ കാണും. ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊടിമരത്തിന്റെ മുകളിൽ ഉള്ള ഒരു വാജിവാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ വാഹനം എല്ലാവരുടെയും ധാരണ പുലിയാണെന്നാണ്. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. ആ കുതിര എന്ന വാഹനം ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പതിരിക്കുന്നത് ലോകമാണെങ്കിൽ ആചാര്യനും, മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും, കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം. ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. ആ തന്ത്രിയെ ഏൽപ്പിച്ച സ്ക്രീൻഷോട്ട് അന്നത്തെ എല്ലാ ടിവിയിലും വന്നതാണ്, പത്രങ്ങളിൽ വന്നതാണ്. അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്ത്രി പറഞ്ഞു, എന്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നു, ഞാൻ ദേവസ്വം ബോർഡിന് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. അവിടെ സ്വർണ്ണക്കൊടിമരം സ്വർണം പൂശിയതിന്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അത് പറയട്ടെ. ഈ വാജിവാഹനം എന്ന് പറയുന്ന പിച്ചളയിൽ തീർത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇത്രയും വെറുതെ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഇതിപ്പോൾ വാർത്തകൾ വരുത്തുന്ന UDF നേതാക്കന്മാരും ഇതിൽ പ്രതികളാണ് എന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണ്? മാസറ്റുകാരാണ്. ഞങ്ങൾ ആരും സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടില്ല. അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2012 അവ്യക്തമായ ഒരു ഓർഡറാണ്. ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, AO പറഞ്ഞിട്ടില്ല, ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല. ഒരാളും
ലേസർ ഓഫീസർമാര്, വക്കീലന്മാര് ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഞങ്ങൾ പഴയ കീഴ്വഴക്കമനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത്രയും കാലം അനുവർത്തിച്ചു പോരുന്ന ആ തന്ത്ര സമുച്ചയത്തിലെ കീഴ്വഴക്കമനുസരിച്ച് ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു. അത് തന്ത്രിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു, തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇത് ഇത്ര ഈ സ്വർണം വിറ്റ് കാശ് വാങ്ങി കോടാനുകോടി രൂപയുടെ 2 ദ്വാരപാലക ശില്പങ്ങളെയും കള്ളപ്പടികളെയും അതുപോലെ വാതിലുകളെയും വിറ്റ് കാശ് വാങ്ങിയ ആളുകളുടെ ആ ഗ്രാവിറ്റി കളയാൻ വേണ്ടി ഞങ്ങളൊക്കെ ഈശ്വരവിശ്വാസികളാണ്. എല്ലാ വർഷവും എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ നിരീശ്വരവാദികളുടെ കൂടെ കൂട്ടിക്കെട്ടുക ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അതിനൊക്കെ മകസ്തർ എഴുതിയിട്ടുണ്ട്, അവിടെ മകസ്തറിലുണ്ട് എല്ലാം. വാഞ്ചിഭാഗത്തിന്റെ മൂല്യം എനിക്കറിയില്ല എങ്ങനെ കണക്കാക്കണമെന്ന്. എനിക്കറിയില്ല വാഞ്ചിഭാഗത്തിന്റെ മൂല്യം അങ്ങനെ കണക്കാക്കാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അജയ് തറയിലാണ് സംസാരിച്ചത്. ദേവസ്വം ബോർഡിന്റെ മുൻ അംഗമാണ്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട് UDF ദേവസ്വം ബോർഡ് അന്നുണ്ടായത് UDF നിയമിച്ച ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന്റെ മുന്നേറ്റം. 227 അംഗ കോർപ്പറേഷനിൽ സഖ്യം 100-ലധികം വാർഡുകളിൽ മുന്നേറുകയാണ്. ശിവസേന ഉദ്ധവ് MNS സഖ്യത്തിന് 60-ലധികം വാർഡുകളിൽ മാത്രമാണ് ലീഡ്. ഇതോടെ 29 വർഷത്തിന് ശേഷം ശിവസേനയ്ക്ക് ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുകയാണ്. ഭൂരിപക്ഷം കോർപ്പറേഷനുകളിലും BJP സഖ്യമാണ് മുന്നിൽ. രാഗേഷ് ഉണ്ട്. രാഗേഷ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് വളരെ കൃത്യമാവുകയാണോ? അതെ രഞ്ജിത്ത്, അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മഹായുതി സഖ്യത്തിന്റെ പ്രകടനം. അങ്ങനെ 29 വർഷത്തിന് ശേഷം ശിവസേനയ്ക്ക് ഗ്രേറ്റർ മുംബൈ കോർപ്പറേഷന്റെ ഭരണം നഷ്ടമാകുന്നു. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 227 വാർഡുകളിൽ ഇപ്പോൾ 124 വാർഡുകളിൽ BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന് ലീഡുണ്ട്. അതിൽ തന്നെ BJPക്ക് ഏതാണ്ട് 95 വാർഡുകളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് ഏതാണ്ട് 27 വാർഡുകളിൽ അവരും ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. ശിവസേനയും MNSും കൈകോർത്തിട്ടും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഏതായാലും ഉദ്ധവ് ഠാക്കറേക്കും ഒപ്പം തന്നെ രാജ് ഠാക്കറേക്കും സാധിക്കുന്നില്ല. 68 സീറ്റുകളിൽ മാത്രമാണ് സഖ്യം ലീഡ് ചെയ്യുന്നത്. 97 മുതൽ 2022 വരെ ശിവസേനയാണ് തുടർച്ചയായി രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ ഭരിച്ചത്. അതേതായാലും ഇത്തവണ നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മാത്രവുമല്ല, മുംബൈയിൽ മാത്രമല്ല 29 കോർപ്പറേഷനിൽ ഏതാണ്ട് 20-ലധികം കോർപ്പറേഷനുകളും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് പൂനെ. അവിടെയും ഏതായാലും BJP സഖ്യം മഹായുതി സഖ്യം തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പൂനെയിലെ തെരഞ്ഞെടുപ്പിനെ തന്നെ ഇത്തവണ വ്യത്യസ്തമാക്കിയത് NDAയിലുള്ള അജിത് പവാർ പക്ഷവും മഹാസഖ്യത്തിന്റെ ഭാഗമായ ശരത് പവാറിന് നേതൃത്വം നൽകുന്ന NCPയും അവിടെ ആ കോർപ്പറേഷനിൽ കൈകോർത്തുകൊണ്ടാണ് മത്സരിച്ചത്. പക്ഷേ ഈ 2 സഖ്യങ്ങളും ഒന്നിച്ചിട്ട് പോലും അവിടെ മഹായുതി സഖ്യം തന്നെ ലീഡ് ചെയ്യുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് പിമ്പിരി ചിഞ്ചുവാഡിലും ഉണ്ടായിരിക്കുന്നത്. അവിടെ 2 സഖ്യങ്ങളും കൈകോർക്കുന്നെങ്കിലും മഹായുതി സഖ്യത്തിനാണ് ലീഡുള്ളത്. കൂടാതെ കോലാപൂരിലും നാഗ്പൂർ, നാസിക് തുടങ്ങിയ കോർപ്പറേഷനുകളിലും BJP തന്നെയാണ് മുന്നിലുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ഒന്ന് താനെ കോർപ്പറേഷനായിരുന്നു. പ്രത്യേകിച്ച് ഏക്നാഥ് ഷിൻഡെയുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന നഗരമാണ് താനെ. അവിടെ ഏതായാലും ഷിൻഡെ വിഭാഗം അല്ലെങ്കിൽ മഹായുതി സഖ്യം തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. രഞ്ജിത്ത്. രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. BJP അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി അനന്തപുരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്നത് 529 കോടി രൂപയുടെ പദ്ധതികളെന്ന് സൂചന. റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അന്നേ ദിവസം നടക്കുക. 6 പുതിയ ട്രെയിനുകളും അദ്ദേഹം പ്രഖ്യാപിക്കും. 4 എണ്ണം കേരളത്തിനും 2 എണ്ണം തമിഴ്നാടിനുമാണ്. തിരുവനന്തപുരം താമ്പരം, നാഗർകോവിൽ മംഗളൂരു, തിരുവനന്തപുരം ഹൈദരാബാദ്, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവയാണ് കേരളത്തിന് ലഭിക്കുക. നാഗർകോവിൽ ചാർലപ്പള്ളി, കോയമ്പത്തൂർ ധൻബാദ്, അമൃത് ഭാരത് എന്നിവയാണ് തമിഴ്നാട്ടിലുള്ള ട്രെയിനുകൾ. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണം, ചെന്നൈ ബീച്ച്, ചെന്നൈ എഗ്മൂർ 4ാം പാത എന്നിവയുടെ പ്രഖ്യാപനം ഉണ്ടാകും. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. ആദ്യഘട്ട ഒഴിപ്പിക്കൽ ഇന്ന് ഉണ്ടായേക്കും. US ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന ആശങ്കകൾക്കിടയിൽ ഇറാൻ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. സിവിലിയൻ ഗതാഗതത്തിന് വ്യോമാതിർത്തി വീണ്ടും തുറന്നു കൊടുത്തതിനാൽ ആദ്യ ഒഴിപ്പിക്കൽ വിമാനം ഇന്ന് ടെഹ്റാനിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം.
ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിലപാട് മയപ്പെടുത്തിയ അമേരിക്ക. തൽക്കാലം ഇറാനിലേക്ക് ആക്രമണം വേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ആക്രമണ പദ്ധതി മരവിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ യുഎസിന് ഉണ്ടായിരുന്നു. ഏത് നിമിഷവും ഇറാനിലേക്ക് യുഎസ് ആക്രമണം ഉണ്ടാകുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ട്രംപ് തത്കാലത്തേക്ക് പിന്മാറിയെന്ന വിവരം പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയത്. ഇറാനിലെ പ്രശ്നങ്ങൾ നയതന്ത്ര നീക്കത്തിലൂടെ പരിഹരിക്കാനാണ് യുഎസിന് താൽപ്പര്യമെന്നും സൈനിക നീക്കം ആഗ്രഹിക്കുന്നില്ലെന്നും യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. ആക്രമണ നീക്കം ഇരുഭാഗങ്ങളും മരവിപ്പിച്ചതോടെ ഖത്തറിലെ യുഎസിന്റെ വ്യോമതാവളമായ അൽ ഉദൈദിന് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇളവ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂറോളം അടച്ചിട്ട ശേഷം ഇറാന്റെ വ്യോമപാതയും തുറന്നു. എന്നാൽ ഇപ്പോഴത്തെ നയതന്ത്ര നീക്കം താത്കാലികമാണെന്നും ഏതു നിമിഷവും കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കാമെന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ യുഎസിനുണ്ടായിരുന്നു. ഇറാനിൽ ആക്രമണമുണ്ടായാൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് റഷ്യ ശക്തമായ ഭാഷയിലാണ് അമേരിക്കയെ അറിയിച്ചത്. കൂടാതെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന യുഎസ് എയർബേസുകൾ തങ്ങൾക്ക് ഈസി ടാർഗറ്റുകളാണെന്ന് ഇറാന്റെ ഭീഷണിയുമുണ്ടായിരുന്നു. ഒരാക്രമണമുണ്ടായാൽ ഇറാന് റഷ്യയുടെ സഹായത്തോടെ യുഎസിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇക്കാര്യങ്ങളും പരിഗണിച്ചാണ് അമേരിക്കയുടെ പിന്മാറ്റം. അതേസമയം ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ UN രക്ഷാസമിതിയുടെ പ്രത്യേക യോഗം ആശങ്ക രേഖപ്പെടുത്തി. പ്രക്ഷോഭകർക്കിടയിൽ നുഴഞ്ഞുകയറിയ പുറം ശക്തികളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി UNൽ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ വധിക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചെന്ന വാർത്തകൾ തെറ്റാണെന്നും അറാഖ്ചി പറഞ്ഞു. 3 ആഴ്ചയോളമായി തുടരുന്ന ആഭ്യന്തര സംഘർഷത്തിൽ 2600ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വെനസ്വേലുവൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു സംഭവം. മെഡൽ സ്വീകരിച്ച ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി നന്ദി രേഖപ്പെടുത്തി. കേരളത്തിന്റെ കുംഭമേളയായ നിള മാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. മഹോത്സവത്തിനായി മണപ്പുറത്തെയും പുഴയിലെയും താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്നലെയാണ് മാർഗനിർദ്ദേശം നൽകിയത്. നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ തടഞ്ഞത് വിവാദമായിരുന്നു. മറ്റന്നാൾ മുതലാണ് നിള മാഘ മഹോത്സവം. നിള മാഘ മഹോത്സവത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആ വിലക്ക് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീങ്ങി എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം കളക്ടർ സംഘാടകർക്ക് 21 മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇതിനനുസരിച്ച് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുകയോ ആർക്കെങ്കിലും ആളപായം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം സംഘാടകർക്കാകുമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് സർക്കാർ നിർദ്ദേശിച്ച ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് പരിപാടിയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് നിലപാട്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ തിരുനാവായയിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും തുടക്കമായിട്ടുണ്ട്. തർപ്പണ ചടങ്ങുകൾ, ബലി ചടങ്ങുകൾക്കാണ്, ബലി ചടങ്ങുകൾക്കാണ് അന്ന് തുടക്കമായിട്ട്. നാളെയുമായിട്ട് വൈദിക ബലി, അതേപോലെ തന്നെ പിതൃബലി തുടങ്ങിയ ഈ ഒരു ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള മറ്റ് കർമ്മങ്ങളായിരിക്കും ഉണ്ടാവുക. 18-ാം തീയതിയുമാണ് ഈ മാഘമഹോത്സവത്തിൻ്റെ തുടക്കമാവുന്ന. അന്ന് മുതൽ ഫെബ്രുവരി 3 വരെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകുന്നേരങ്ങളിലെ നിള ആരതിയാണ്. അത് 18-ാം തീയതി മുതലായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ 19-ാം തീയതി ഗവർണർ തിരുനാവായിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠരും അതുപോലെ തന്നെ സന്യാസി സമൂഹങ്ങളിൽ ഉൾപ്പെട്ടവരും തീർത്ഥാടകരും വിശ്വാസികളും ഉൾപ്പെടെ വലിയ ഒരു തീർത്ഥാടക സമൂഹത്തെ തന്നെയാണ് തിരുനാവായിൽ പ്രതീക്ഷിക്കുന്നത്. മുൻപ് ഉണ്ടായിരുന്ന 271 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായിട്ട് ഈ നിളയിൽ തിരുനാവായിൽ ഇത്തരത്തിലൊരു മാഘമഹോത്സവം നടന്നത് എന്നാണ് സംഘാടകർ പറയുന്നത്. 2016 മുതൽ അവിടെ നിള ആരതി അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ തോതിൽ നടക്കുന്നത് ഈ വർഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ ഈ ഒരു ചടങ്ങുകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്റ്റോപ്പ് മെമ്മോ ഇതിന് ലഭിച്ചതോടെയാണ് ഇത് വിവാദമാവുകയും തുടർന്ന് ജില്ലാ കളക്ടറും പോലീസ് മേധാവി ഇടപെട്ട് ഇത് സുഗമമായി നടത്താനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കമാവുന്നതോടെ ഇനിയുള്ള ദിവസങ്ങൾ 18-ാം തീയതി മുതൽ ഫെബ്രുവരി 3-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടക പ്രവാഹം തന്നെയായിരിക്കും തിരുനാവായിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. CB അനുമോദ്, ന്യൂസ് 18. തൃശ്ശൂരിൽ കലാപൂരം.
തൃശ്ശൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും. 507 പോയിന്റുമായി കണ്ണൂർ മുന്നിലാണ്. 501 പോയിന്റുമായി തൃശ്ശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പമാണ്. നവമി വിവരങ്ങളുമായി ചേരും. നവമി, കടുത്ത പോരാട്ടമാണ് കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും തമ്മിൽ. എല്ലാ ജില്ലകൾക്കും ഈ ജില്ലകൾക്കൊക്കെ പ്രതീക്ഷയുള്ള ഇനങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടല്ലേ? അല്ല രഞ്ജിത്ത്, ഓരോ വേദികളിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോൾ ഉള്ള വേദി അവിടെ മറ്റൊരു പോരാട്ടം നടക്കുകയാണ്. നല്ല സദ്യ കഴിക്കുകയാണ് ആളുകളൊക്കെ. എന്തായാലും രഞ്ജിത്തും നമ്മുടെ ഡെസ്കിലുള്ളവരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ അല്പം കൊതിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടിയായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് പഴയിടത്തിന്റെ രുചിയിടത്താണ്. ഇവിടെ നല്ല സദ്യയുണ്ട്, നല്ല അടിപൊളി പായസമൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. വലിയ തിരക്കാണ് കേട്ടോ, വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഏകദേശം 14 കൗണ്ടറോളം ഉണ്ട്. ആ 14 കൗണ്ടറുകളിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ചേച്ചി, സൂപ്പറല്ലേ സദ്യ? പഴയിടത്തിന്റെ സദ്യ കഴിക്കാനാണ് ഇത്രയും വെയിൽ കൊണ്ട് ഞങ്ങൾ വന്നത്. ഞാൻ ഡ്യൂട്ടിയിലാണ്. പഴയിടത്തിന്റെ സദ്യ കഴിക്കാൻ വേണ്ടി വന്നവരുണ്ട് മോളെ. അല്ല, പ്രസ്സാണ് മീഡിയ. അടിപൊളി അടിപൊളി, നല്ല സദ്യ. എന്തായാലും അടിപൊളി സദ്യ എന്ന് തന്നെയാണ്. ഹായ്, ചോറ് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? എങ്ങനെയുണ്ട് ചേട്ടാ പഴയിടത്തിന്റെ സദ്യ? അടിപൊളിയല്ലേ? പായസം ഇന്നെന്താ സ്പെഷ്യൽ എന്നറിയോ? കിട്ടിയില്ല. ടീച്ചറെ, ഇന്ന് പായസം എന്താ സ്പെഷ്യല്? അടപ്പായസമാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യലാണുള്ളത്. ആദ്യത്തെ ദിവസം ചക്കപ്പായസമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമായിരുന്നു ചക്കപ്പായസം. അതോടൊപ്പം നവധാന്യ ദോശയും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സദ്യ? സദ്യ സൂപ്പറായിട്ടുണ്ട്. അവൈലബിലിറ്റി ഇത്തിരി ധൃതിയുണ്ടല്ലോ, നല്ല തിരക്കിന്റെ ഒരു അറിയാം. ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ല, ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരക്ക്, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് പായസം? എന്തായാലും വലിയ തിരക്ക് തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം, വലിയ തിരക്കാണ്. പക്ഷെ ആർക്കും ഒട്ടും മടുപ്പില്ലാതെ വേഗം ആഹാരം കൊടുക്കുന്നുണ്ട്. നല്ല വെയിലാണ്, അതുകൊണ്ട് ആരെയും അധികം ക്യൂ നിർത്തുന്നില്ല. ഹായ്, മത്സരം കഴിഞ്ഞോ? ഇനിയുണ്ട്, ഉച്ച കഴിഞ്ഞുണ്ട്. ഇപ്പൊ ഇതാണ് മത്സരം. ഇനിയുള്ളത് സംസ്കൃത സംഘാനം. രാവിലെ നാടൻപാട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നാടൻപാട്ട്? നന്നായിട്ട് പാടി. അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് പരിപാടി ഉള്ളതുകൊണ്ട് കഴിക്കും. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് പോകാൻ. നല്ല സദ്യ. കോട്ടയം. അപ്പൊ പഴയിടത്തിന്റെ നാട്ടിൽ യെസ്, അതെ. അപ്പൊ മുമ്പ് സദ്യ കഴിച്ചിട്ടുണ്ട്? കഴിഞ്ഞ വർഷം കലോത്സവത്തിന് വന്നത്. അങ്ങനെ നല്ല സദ്യയാണ് രഞ്ജിത്ത്, നല്ല സദ്യയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, അതോടൊപ്പം തന്നെ രാത്രിയും ആഹാരമുണ്ട്. തീർച്ചയായും വളരെ വിഭവസമൃദ്ധമായ രുചി കൂടിയ പഴയിടം സദ്യയാണ് കലോത്സവ വേദിയിൽ വിളമ്പുന്നത്. അതിന് സന്തോഷത്തിലാണ് സദ്യ കഴിക്കുന്ന എല്ലാവരും. കലോത്സവ നഗരിയിലെ ഊട്ടുപുരയിൽ നിന്ന് ആണ് ഇപ്പോൾ ചേർന്നത് നവമി. മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നൈപുണ്യ വികസനം അനിവാര്യമെന്ന് IT സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവു. സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ICT അക്കാദമി ഓഫ് കേരള സംഘടിപ്പിച്ച 9ാമത് അന്താരാഷ്ട്ര കോൺക്ലേവ് എക്സൈറ്റ് 2026 ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരവും ഈടുറ്റതുമായ ഭാവിക്ക് വേണ്ടിയുള്ള നൈപുണ്യ പുനർവിഭാവനം എന്ന പ്രമേയത്തിലാണ് കോൺക്ലേവ് നടന്നത്. ഗൂഗിൾ, AWS, IBM തുടങ്ങി ആഗോള കമ്പനികളുടെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പുകളും നടന്നു. മികച്ച പങ്കാളിത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് ഓഫീസർമാർക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,145, പവന് 1,05,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,895, പവന് 87,160.
വെള്ളി ഗ്രാമിന് 292, കിലോയ്ക്ക് 2,92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.